പാർട്ടി വിടാനുള്ള സാധ്യത അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് NK സുധീർ. PV അൻവറിന് ഇനി UDF-ലേക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദുർബല വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൻവറിന്റെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത്. അൻവർ പാവപ്പെട്ടവരോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. BJP-യിൽ ചേരുമെന്ന് NK സുധീർ പറഞ്ഞു. നേതാക്കളുമായി ചർച്ച നടത്തി രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ BJP-ക്കൊപ്പം നിൽക്കണമെന്ന് NK സുധീർ. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞാൻ മിക്കവാറും പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ അങ്ങനെ ഒരു തീരുമാനം. ഞാൻ പറഞ്ഞു ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ദുർബല ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ ഈ പാർട്ടിയിൽ നിന്ന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പ്രത്യേകിച്ചും ഞാനൊക്കെ UDF-ലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. UDF-ലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയ കോൺഗ്രസ്സുകാരോടും അല്ല നേതാക്കളോടൊക്കെ ഒരു വലിയ അടുപ്പം ഉള്ളൊരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് അവരോട് സഹകരിച്ച് പോകാൻ കഴിയുമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനി അടഞ്ഞ അധ്യായമായെന്നാണ് എനിക്ക് മനസ്സിലായത്. UDF-ലേക്ക് അൻവറിന് വരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം UDF എടുക്കേണ്ടതാണ്. പക്ഷേ എന്തോ ചെറിയ കാരണങ്ങളാൽ UDF എടുക്കുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അൻവറിന്റെ UDF പ്രവേശം നടക്കാതെ പോയതാണോ താങ്കൾ പാർട്ടി വിടാനുള്ള കാരണം? അല്ല, UDF-ൽ വരണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ ഈ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും. പക്ഷേ അതിലേക്ക് വരുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അടുത്തെന്താ പരിപാടി? ഞാൻ മിക്കവാറും BJP-യിൽ ചേരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ചർച്ചകൾ തുടങ്ങാൻ പോകണമെന്ന് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? സംസ്ഥാന പ്രസിഡന്റോടും അതുപോലെ അതിനെ ബന്ധപ്പെട്ട അധികാരികളോടും. ഒരു ഓഫറുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ BJP-യിൽ ചേരുന്നത്. ഈ BJP-യുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുന്നതാണ്. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ്. ഈ സമയത്താണ് നമ്മളെല്ലാം ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നൽകേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? സംസ്ഥാനം അങ്ങനെ എനിക്ക് BJP ചേരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻ്റേറ്റീവോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും അനുകൂല നിലപാടാണ് അവരുടെ. ഈ അമിത്ഷാ വരുമ്പോൾ ഈ 13-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്, അന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ 13-ാം തീയതി മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. 13-ാം തീയതി അത് അമിത്ഷായുടെ കയ്യിൽ നിന്നാണോ? മിക്കവാറും അമിത്ഷായുടെ കയ്യിൽ നിന്നായിരിക്കും. പിന്നെ ഇനി കോൺഗ്രസ് തിരിച്ചു പോകാന്നുള്ളതാണ് ആലോചിക്കുന്നില്ല? ഇല്ല, കോൺഗ്രസ് ഒക്കെ അടഞ്ഞ അധ്യായമാണ്. അല്ല, നിങ്ങൾക്ക് UDF-ലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച ഒരാൾ പിന്നെ BJP-ലേക്കല്ലല്ലോ കോൺഗ്രസിലേക്കല്ല തിരിച്ചു പോകാം. പ്രസക്തി നഷ്ടപ്പെടുന്നു കോൺഗ്രസിന്റെ. അല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. UDF-ലേക്ക് തിരിച്ചു പോകണമായിരുന്നു ആഗ്രഹം, അത് നടക്കാതെ ഇപ്പൊ വിട്ടു. പക്ഷെ അങ്ങനെ വെച്ച് നേരെ കോൺഗ്രസിലല്ല ചേരുന്നത്. ഒരിക്കലുമില്ല. കോൺഗ്രസ്സൊക്കെ ശരിക്കും ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായം മാറിയാണ്. കാരണം ഒരു വികസന പ്രവർത്തന കാര്യങ്ങൾ നേതൃത്വം നൽകാൻ അവർ കഴിയുന്നില്ല. ഈ സതീശൻ പറയും 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത്. എവിടെ നിന്ന് 100 സീറ്റ് കിട്ടും? ഈ അൻവർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നിലമ്പൂർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചേനെ. 65,000-ലധികം വോട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അവർ ജയിച്ചത് 10-14 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഒരു 5,000 വോട്ട് അൻവർ മറിച്ചിരുന്നെങ്കിൽ അവിടെ LDF ജയിക്കുമായിരുന്നു. അടുത്ത നിയമസഭാ സംവിധാനത്തിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതൊക്കെ അവരുടെ പാർട്ടി നേതൃത്വം തീരുമാനിക്കാൻ എനിക്കറിയാം. താങ്കൾ ലോകസഭയിലേക്ക് മത്സരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്? അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അച്ചടക്കമുള്ളൊരു സാധാ പ്രവർത്തനം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു കണ്ടീഷൻസും ഞാൻ വെച്ചിട്ടില്ല BJP-ക്ക്. സാധാ ഓർഡിനറി പ്രവർത്തകനായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെറും മെമ്പർഷിപ്പ് മാത്രം, വേറെ ഭാരവാഹിത്വം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ.